19 വയസ്സുള്ള ഒരാള്, നിങ്ങൾ ആലോചിച്ച് നോക്കണം, 19 വയസ്സുള്ള ഒരാള് ലോകം കണ്ട ഏറ്റവും വലിയ ഒരു ഫുട്ബോൾ ഇതിഹാസമായ മെസ്സിയോട് നേരെ ഒരു പ്രതിരോധത്തിൽ നിന്ന് കളിച്ച് അങ്ങനെ ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഫുട്ബോൾ മാച്ചിന്റെ ഫൈനൽ മാമാങ്കത്തിൽ ലോകത്തെ അതിശയിപ്പിക്കുന്ന രീതിയിൽ വിജയത്തിന്റെ ആ വെള്ളിക്കൊടി ഏറി ലോകത്തെ അത്രയധികം അതിശയിപ്പിച്ച് അത്ഭുതപ്പെടുത്തിയ ഒരു ടീമിന്റെ ഏറ്റവും ഗംഭീരമായ ഒരു പ്ലെയർ. നിങ്ങൾ നോക്കുക, 19 വയസ്സുള്ള ഒരാൾ ലോകത്തെ അത്ഭുതപ്പെടുത്തിയതിന്റെ കഥയായിരുന്നു നമ്മൾ ഒരു രാത്രിക്ക് മുമ്പ് കണ്ട നമ്മുടെ ഫുട്ബോൾ രംഗത്തെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരത്തിന്റെ പ്രത്യേകത. 19 വയസ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഞാൻ എന്റെ വയസ്സും നിങ്ങളുടെ വയസ്സായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ 19 വയസ്സ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് +2 കഴിഞ്ഞ് ഒരുപക്ഷെ ഒരു വർഷം ഡിഗ്രി ഫസ്റ്റ് ഇയറിലേക്ക് എത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഡിഗ്രി സെക്കൻഡ് ഇയറിലേക്ക് ഏതാണ്ട് സ്റ്റെപ്പ് ചെയ്യുന്ന ആളുകളുടെ പ്രായം. ആ പ്രായത്തിൽ നമുക്ക് ഒരു ജില്ലയിൽ ഒരു നല്ല പ്ലെയർ ആവാൻ, നിങ്ങൾ കളി മാത്രം ആലോചിച്ച് നോക്കിയേ. ആ പ്രായത്തിൽ നമുക്ക് സ്റ്റേറ്റിലെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു താരമാകാൻ, ആ പ്രായത്തിൽ നമുക്ക് ഒരു രാജ്യത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കളിക്കാരനായി മാറാൻ, ആ പ്രായത്തിൽ അവിടെ നിന്നും കടന്ന് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കളിക്കാരനായി മാറാൻ, അവിടെ നിന്നും മാറി ലോകമറിയപ്പെടുന്ന ഒരു വലിയ ഇതിഹാസമായി മാറാൻ ഒരു മനുഷ്യന് കഴിയുന്ന പ്രായമാണോ പ്രിയപ്പെട്ടവരെ 19 എന്ന് പറയുന്നത്? അത് അങ്ങനെയെങ്കിൽ ആ മനുഷ്യന്റെ ടാലന്റ് ഏത് പ്രായത്തിൽ ആരംഭിച്ചിരിക്കും ആളുകളുടെ മുന്നിൽ പ്രൂവ് ചെയ്യാൻ? ഒരു 6 വർഷത്തെ ഒരു 10 വർഷത്തെ കഠിനാധ്വാനമില്ലാതെ ഇതുപോലെ വേൾഡ് കപ്പിന്റെ മുന്നിൽ വന്ന് ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ വലിയ ഇതിഹാസമായി മാറാൻ കഴിയുമോ? അത്ര ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള ഇങ്ങ് ദൂരെ നിൽക്കുന്ന കേരളത്തിലെ കണ്ണൂരിലും വയനാട്ടിലുമുള്ള ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും യാമിന്യമാളിന്റെ പേര് പറയാൻ കഴിയാവുന്ന രീതിയിൽ ആ ഒരു വലിയ ഒരു സെലിബ്രിറ്റി ഫിഗറായി മാറാൻ ആ ചെറുപ്പക്കാരനെ കഴിയുന്നുവെങ്കിൽ എത്ര വർഷത്തെ കഠിനാധ്വാനമായിരിക്കും? അങ്ങനെയെങ്കിൽ 12ാം വയസ്സിലോ 10ാം വയസ്സിലോ 8ാം വയസ്സിലോ എന്നെയും നിങ്ങളെയും പോലെ 8ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ പഠിക്കുന്ന കാലത്ത് അതിമനോഹരമായി ഒരു ഫോക്കസ്ഡ് ആയ ഒരു ചെറുപ്പക്കാരൻ നടത്തിയ ഒരു വിദ്യാർത്ഥി നടത്തിയ എഫോർട്ടിന്റെ റിസൾട്ടാണ് ആ 19കാരൻ കളിക്കളത്തിൽ കാണിച്ചത്. അങ്ങനെയെങ്കിൽ എന്റെ മുന്നിലിരിക്കുന്ന കൂട്ടുകാരൻ നിങ്ങളിൽ പലരും എന്റെയും നിങ്ങളുടെയും പ്രായത്തിൽ ഏറ്റവും നിർണായകമായ ഒരു സമയത്ത് ഇരിക്കുന്നവരാണ്. 15 വയസ്സ്, 16 വയസ്സ്, 17 വയസ്സ്, 18, 19 എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു ജീവിതത്തിൽ ഒട്ടും സീരിയസ് അല്ലാത്തൊരു പ്രായമാണ്. ആ പ്രായത്തിലാണ് ഒരേ സമയത്ത് കളിയിൽ നിൽക്കുക. ഇതിനേക്കാൾ വലിയ ലോകപ്രശസ്തമായ നേട്ടങ്ങൾ കൈവരിച്ച മനുഷ്യന് പോലും തോറ്റുപോകുന്നിടത്ത് ലോകത്തിലെ ഏറ്റവും ഇരയാക്കപ്പെടുന്ന, പ്രതിരോധിക്കപ്പെടുന്ന, വേദനിക്കപ്പെടുന്ന, ലോകത്ത് കൂട്ടക്കശാപ്പിനിരയാകുന്ന പാലസ്തീനിലെ മക്കൾക്ക് പോലും തന്റെ കളിക്കളത്തിന്റെ മുറ്റത്ത് നിന്ന് പതാക ഉയർത്തിയ മക്കളോടൊപ്പം ഞാനുണ്ട് എന്ന് പറയാൻ രാഷ്ട്രീയ ധൈര്യം കാണിക്കുന്ന, ധാർമ്മിക ധൈര്യം കാണിക്കുന്ന, അത്രമേൽ ഒരു കളിയിലും കാര്യത്തിലും ലോകത്ത് അതിശയിപ്പിച്ചൊരു 19കാരനാകാൻ അദ്ദേഹത്തിന് കഴിയുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ലോകത്തിലെ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി ഫിഗറാകാൻ, നിങ്ങൾക്ക് ലോകത്തിൽ ഒരു ഇൻഫ്ലുവൻഷ്യൽ ലീഡർ ആവാൻ, നിങ്ങൾക്ക് ലോകത്തിൽ ഒരു ട്രാൻസ്ഫോർമേറ്റീവ് ആയ ചേഞ്ച് ഏജന്റ് ആവാൻ ഇനി ഒരുപാട് കാലം പഠിച്ച് 10, 30, 40, 50 വയസ്സ് കാത്തു നിൽക്കേണ്ട ഒരു ലോകത്തല്ല നമ്മൾ ജീവിക്കുന്നത് എന്നത് മനസ്സിലാക്കേണ്ടെന്ന, തിരിച്ചറിയേണ്ടുന്ന, ഉൾക്കൊള്ളേണ്ടുന്ന ഒരു പുതിയ കാലത്തിന്റെ സാധ്യതകളിലാണ് നിങ്ങൾ ഞാനുള്ളത്. പക്ഷെ അങ്ങനെ സാധിക്കണമെങ്കിൽ നമ്മൾ കേട്ടുപരിചയിച്ച 2 ക്ലാപ്പിനപ്പുറത്തേക്ക് പുതിയതെന്തെങ്കിലും ചെയ്യാൻ, പുതിയതെന്തെങ്കിലും പറയാൻ, പുതിയതെന്തെങ്കിലും ആലോചിക്കാൻ, പുതുമയോടെ പുതിയ ലോകത്തെ നോക്കിക്കാണാൻ അങ്ങനെ സാധിക്കുന്ന ഒരു മനസ്സ് നിങ്ങൾക്ക് എനിക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനമാണ്. ആ പ്രാധാന്യത്തിൽ നിന്ന് മാത്രമേ നമുക്കൊരു പുതിയ കാലത്തെ കാണാൻ കഴിയൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ പുതിയ ലോകത്തെ കാണാൻ കഴിയൂ. ഞാൻ വരുന്ന വഴിയിൽ മാനന്തവാടി ടൗണ് കഴിയുമ്പോൾ അവിടെ ഒരു ബോർഡ് കണ്ടു. അത് മാനന്തവാടിയിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കൂടുതൽ പ്രോഗ്രാമുകളും സാംസ്കാരിക ഭാഷണങ്ങളും രാഷ്ട്രീയ പ്രഭാഷണങ്ങളും ഒക്കെ നടക്കുന്ന ടൗണിലെ ഏറ്റവും ഹൃദയഭാഗത്തുള്ള ഒരു സ്ക്വയറാണ്. ആ സ്ക്വയർ എന്റെ ചെറുപ്പകാലം മുതൽ ഞങ്ങൾക്ക് വളരെ കൗതുകത്തോടെ നോക്കിക്കാണുന്ന ഒരുപാട് പ്രമുഖരായ വ്യക്തികളെ കേൾക്കാൻ വേണ്ടി പോയിട്ടുള്ള ഒരു സ്ഥലമാണ്. പിന്നീട് എന്റെ കരിയറിൽ പ്രഭാഷണം ആരംഭിച്ചപ്പോൾ പലപ്പോഴും എന്റെ ജീവിതത്തിൽ ഓർമ്മിച്ചു നിൽക്കുന്ന പല പ്രധാന പ്രഭാഷണങ്ങളും നടത്തിയ ഒരു വേദിയാണ്. പക്ഷെ ഇന്ന് അതുവഴി വരുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ആ സ്ക്വയറിന് നൽകിയിരിക്കുന്ന ഒരു പേര്. ആ പേര് തന്റെ ചെറിയ പ്രായത്തിൽ ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികളുടെ, ഈ സ്കൂൾ കുട്ടികളുടെ, ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും പഠിക്കുന്ന നിങ്ങളുടെ പ്രായത്തിൽ വീട്ടുമുറ്റത്ത് ഒരു മരത്തിന് മുകളിൽ ഒരു കയറിൽ ബോൾ കെട്ടിത്തൂക്കി തന്റെ വീട്ടിൽ നിന്ന് തന്റെ അച്ഛൻ ഉണ്ടാക്കി കൊടുത്ത മട്ടലിന്റെ ബാറ്റ് എടുത്ത് ആ ബോൾ തട്ടിക്കളിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി. അയൽപക്കത്തുള്ള തന്റെ കൂടെ ഇരിക്കുന്നവരൊക്കെ തന്റെ അമ്മയോട് പറയും, നിങ്ങളുടെ കുട്ടി ഇങ്ങനെ കുട്ടിക്കളിയെ പഠിപ്പിച്ച് നിങ്ങൾ വഷളാക്കരുത്. പെൺകുട്ടിയാണ്, അവൾ പഠിക്കട്ടെ, അവൾ വലുതാവട്ടെ, അവൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാവട്ടെ, അവളെ ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ കണ്ട് കരിയറിന്റെ ലോകത്തേക്ക് കടന്നു പോകട്ടെ.
നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ മോളെ ഇങ്ങനെ ക്രിക്കറ്റ് ബാറ്റും എടുത്ത് ബോളും എടുത്ത് ആൺകുട്ടികളെ പോലെ തട്ടിക്കളിക്കാൻ പ്രേരിപ്പിക്കുന്നത്? അവിടെ നിന്ന് വിട്ടില്ല. കുട്ടി ആൺകുട്ടികൾ കളിക്കുന്ന കളിക്കളത്തിന്റെ അരികത്ത് ചെന്ന് അമ്മയുടെ കൂടെ ചെന്ന് ബോൾ എടുത്ത് ബാറ്റിൽ ഇങ്ങനെ തന്റെ ആവേശം കാണിച്ചുകൊണ്ടേയിരുന്നു. അതിങ്ങനെ പതിയെ എണ്ണം കുറഞ്ഞ ആൺകുട്ടികളുള്ളടത്ത് അവർക്ക് ടീമിൽ ആളവറുണ്ടാകുമ്പോ അവരിൽ ഒരാളായി പെൺകുട്ടി കളിക്കാൻ തുടങ്ങി. വീണ്ടും കിട്ടുന്ന അവസരങ്ങളിലൊക്കെ കളിക്കളത്തിൽ ഇവൾ ക്രിക്കറ്റിനോടുള്ള ആവേശവും താല്പര്യവും ഇങ്ങനെ കാണിച്ചു തുടങ്ങി. അവിടെ നിന്ന് അവൾ സീരിയസ് കളിച്ചു തുടങ്ങി. അമ്മയും അച്ഛനും അവരുടെ കൂടെ നിന്നു. സാധാരണ കുടുംബമാണ്. അവരെല്ലാം സപ്പോർട്ട് കൊടുത്തു. കുട്ടി ഗംഭീരമായി ക്രിക്കറ്റ് കളിച്ചു വളർന്നു. എല്ലാരും പറഞ്ഞു പെൺകുട്ടിയാണ്, നിങ്ങൾ കുട്ടിയെ ഇങ്ങനെ വഷളാക്കിയാൽ ആ കുട്ടിയുടെ ഭാവിയാണ് നഷ്ടപ്പെടുത്തുന്നത്. പക്ഷെ അമ്മക്ക് അച്ഛനൊന്നും ഉറപ്പുണ്ടായിരുന്നു, മകൾ എന്തോ ഒരു ആഗ്രഹത്തിന്റെ പിറകിന് അവളുടെ കൂടെ കൂടണം. ആ കുട്ടി വളർന്നു. 20കളുടെ ചുറുചുറുക്കുള്ള യൗവനത്തിന്റെ തീഷ്ണതയുള്ള ആ ചെറിയ പ്രായത്തിൽ ഈ യാസിൻ ജമാലിനെ കുറിച്ച് പറഞ്ഞതുപോലെ ആ പെൺകുട്ടി കളിച്ച് ഗൗരവത്തോടെ കളിച്ച് ആ ക്രിക്കറ്റ് മാമാങ്കത്തിലെ ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന പെൺകുട്ടികളിൽ ഒരാളായി. പിന്നീട് അടുത്ത വർഷം ഈ ഒരു രാജ്യത്തിന്റെ തന്നെ പെൺകുട്ടികളുടെ ക്രിക്കറ്റ് ടീമിനെ രൂപപ്പെടുത്തിയപ്പോ ആ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായി ആ പെൺകുട്ടി തെരഞ്ഞെടുക്കപ്പെട്ടു. മിന്നുമണി എന്ന ഒരുപക്ഷെ നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും പ്രതിഭാശാലിയായ പെൺകുട്ടികൾക്കിടയിലെ ക്രിക്കറ്റുകാരി. മിന്നുമണിയുടെ പ്രായം 20കളുടെ തുടക്കത്തിൽ നിൽക്കുന്ന പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ പേരിലാണ് കേരളത്തിലെ പല റോഡുകളിലും കണ്ണൂരിലും വയനാട്ടിലും കോഴിക്കോട്ടൊക്കെ പോയാൽ മഹാത്മാഗാന്ധിയുടെ പേരിൽ റോഡ് കാണാം, സ്ക്വയർ കാണാം. ജവഹർലാൽ നെഹ്റുവിന്റെ പേരിൽ റോഡ് കാണാം, സ്ക്വയർ കാണാം. APJ കലാമിന്റെ പേരിൽ റോഡ് കാണാം, സ്ക്വയർ കാണാം. പക്ഷേ ഇന്ന് ഞങ്ങളുടെ നാട്ടുകാർക്ക് കാണാൻ കഴിയുന്ന ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ പേരിൽ ഒരു നഗരമധ്യത്തിൽ ഒരു റോഡും സ്ക്വയറും അടയാളപ്പെടുത്തി നിൽക്കുന്നത് ഈ മിന്നുമണിയുടെ പേരിലാണ്. മിന്നുമണി അവൾ ജീവിതത്തിൽ കാണിച്ചത് തനിക്ക് പാഷനുള്ള ഒരു കാര്യത്തോട് ആത്മാർത്ഥമായി കൂടെ നിന്നു എന്നതാണ്. ഗംഭീരമായി കളിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞ 2 ഉദാഹരണങ്ങളും കളിയിലാണ്. അത് വെച്ച് തുടങ്ങാൻ കാരണം ഒന്ന് ക്രിക്കറ്റ്, മറ്റൊന്ന് ഫുട്ബോൾ. അതാണല്ലോ നമ്മൾ എപ്പോഴും പറയാം, കളിച്ച് നടക്കുക. അതെറ്റവും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അലസതയോടെ ചെയ്യുന്ന 2 കാര്യങ്ങളായി നമ്മൾ പറയുന്ന ഒന്നാണ്. കൂട്ടുകാരെ, ആ കളിയിൽ പോലും അലസരാകാതെ കളി പോലും കാര്യമായി കണ്ട് ജീവിതത്തെ അതിനനുസരിച്ച് ചിട്ടപ്പെടുത്തിക്കൊണ്ടുവന്ന 2 പ്രതിഭാശാലികളായി. ഒന്ന് 50 കിലോമീറ്റർ യാത്ര ചെയ്താൽ നിങ്ങൾ എത്തുന്ന നിങ്ങളുടെ ഈ വയനാടിന്റെ അതിർത്തിയിലുള്ള പ്രദേശത്തുള്ള ഒരു പെൺകുട്ടിയും 1000കണക്കിന് കിലോമീറ്ററുകൾ യാത്ര ചെയ്താൽ അങ്ങ് അകലെ സ്പെയിനിൽ നിൽക്കുന്ന യാമിൽ ഒരു ചെറുപ്പക്കാരുടെയും 2 ഉദാഹരണം വെച്ച് നിങ്ങളോട് പറയാൻ കഴിയും. കാരണം ഞാനും നിങ്ങളും അവരും തമ്മിലുള്ള പ്രായത്തിന്റെ വ്യത്യാസം ഒരുപക്ഷെ വർഷങ്ങളിലെ 4-5 വർഷങ്ങളുടെ വ്യത്യാസം മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രത്യേകിച്ചു ഒരു 4-5 വർഷത്തെ വ്യത്യാസം മാത്രമേ അവർ തമ്മിലുള്ളൂ. ആ പ്രായത്തിലുള്ള കുട്ടികളാണ് ഇന്ന് ലോകത്ത്, ഒരാൾ ഇന്ത്യയിലും ഒരാൾ ലോകത്തും ശ്രദ്ധിക്കപ്പെടുന്ന പ്രതിഭാതരമായ നേട്ടങ്ങൾ കൈവരിച്ച 2 പ്രതിഭകളായി ലോകത്തിന്റെ മുന്നിൽ തലയുയർത്തി നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ജീവിതം